ഇന്നത്തെ ക്ലാസ്സിൽ എക്സസൈസ് 5.4 ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ് ബൈ ഡിവിഷൻ മെത്തേഡ്. ഡിവിഷൻ മെത്തേഡ് ഉപയോഗിച്ച് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2304 നമ്പർ എടുത്ത് എഴുതി. അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടത് ഡിവിഷൻ മെത്തേഡാണ്. ഇതുപോലെ വരയ്ക്കാം. എന്നിട്ട് നമുക്ക് ഈ നമ്പറിനെ ഓരോ പേരുകളായിട്ട് തിരിക്കാം. ബാക്കിൽ നിന്ന്, അതായത് 04 ഒരു പേര്, 23. നമ്മൾ സാധാരണ ഡിവിഷനിൽ ഫസ്റ്റ് ഡിജിറ്റ് എടുക്കുക, പിന്നെ ഫസ്റ്റ് ഡിജിറ്റ് ചെറുതാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഡിജിറ്റ് കൂട്ടി വായിക്കുക, അങ്ങനെയല്ലേ. ഇതിൽ വെച്ച് നമുക്ക് പേരായിട്ടാണ് തിരിക്കേണ്ടത്. അപ്പോൾ 23 ഒരു പേര്, 04 വേറൊരു പേര്, ഓരോ ജോഡികളായിട്ട്. ഇനി ഫസ്റ്റ് നമ്പർ എന്താ? 23. ഈ 23 നമുക്ക് നോക്കേണ്ടത് ഏതിൻ്റെയെങ്കിലും സ്ക്വയർ നമ്പർ ആണോ? 2 സ്ക്വയർ എന്ന് വെച്ചാൽ 4, 3 സ്ക്വയർ എന്താ 9. അപ്പോൾ അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു സ്ക്വയർ നമ്പർ ആണോ? 23 അല്ല, അല്ലേ, അതൊരു സ്ക്വയർ നമ്പർ അല്ല. അപ്പോൾ തൊട്ടടുത്ത സ്ക്വയർ നമ്പർ ഏതാണെന്ന് നോക്കുക. 23ക്ക് തൊട്ടടുത്ത് വന്നത് 25 വരുന്നുണ്ട്. 25 എന്തിൻ്റെ സ്ക്വയറാണ്? 5 സ്ക്വയർ ആണ് 25. അപ്പോൾ 25 എന്ന് പറയുമ്പോൾ 23നേക്കാളും വലുതായിപ്പോയി, അല്ലേ. അപ്പോൾ 23നേക്കാളും ബിഗർ നമ്പറാണ് 25. അപ്പോൾ നമുക്കത് എടുക്കാൻ പറ്റില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 23നേക്കാളും തൊട്ടടുത്ത് ബാക്കിൽ വരുന്ന നമ്പർ ഏതാണെന്ന് നോക്കാം. സ്ക്വയർ നമ്പർ ആയിരിക്കണം കേട്ടോ. 23യുടെ സ്ക്വയർ നമ്പർ തൊട്ടടുത്ത് വരുന്ന സ്ക്വയർ നമ്പർ ഏതാണെന്ന് നോക്കാം. അപ്പോൾ 5 സ്ക്വയർ 25 ആണെങ്കിൽ തൊട്ട് മുകളിലുള്ള നമ്പർ എന്താ? 4 ആണ്, അല്ലേ. 5ക്ക് തൊട്ട് മുകളിൽ വന്ന നമ്പർ 4 ആണ്. അപ്പോൾ 4 സ്ക്വയർ എന്ത് വരും? 16. നമുക്ക് ഇതാണ് എടുക്കാൻ പറ്റുന്നത്. എന്തുകൊണ്ടാണ്? 4 സ്ക്വയർ 16 ആണ്. അപ്പോൾ 23നേക്കാളും ചെറിയ നമ്പറാണ് 16. 5 എടുത്തു കഴിഞ്ഞാലോ 25 ആയി പോകും. ഇപ്പോൾ 23നേക്കാളും വലുതായി പോകും. അപ്പോൾ ആ നമ്പർ എടുക്കാൻ പാടില്ല നമുക്ക്. 4 സ്ക്വയർ. അപ്പോൾ ഇവിടെ എന്തെഴുതാം? 4. ഇവിടെയും 4 എഴുതാം, ഇവിടെയും 4 എഴുതാം. അപ്പോൾ 4 × 4 16. 4 സ്ക്വയർ 16. സാധാരണ കൊണ്ട് എന്ത് ചെയ്യണം? 23 16 മൈനസ് ചെയ്യണം. 23 16 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 7 കിട്ടും ആൻസർ. ഇനി സാധാരണ ഡിവിഷനിൽ നമ്മൾ എന്ത് ചെയ്യും? 0 തൊട്ടടുത്ത ഡിജിറ്റ് താഴോട്ടിറക്കി എഴുതും. എന്നിട്ട് അതിൻ്റെ ടേബിൾ ഏതാണെന്ന് നോക്കും, അല്ലേ. അപ്പോൾ ഇതിലങ്ങനെയല്ല, നമുക്കൊരു പേരായിട്ടല്ല തിരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇത് 04 എന്നാണ് വായിക്കേണ്ടത്. 04 ഒറ്റ ഗ്രൂപ്പാണത്. അപ്പോൾ ആ ഗ്രൂപ്പിനെ താഴോട്ടിറക്കി എഴുതുക. 04 ഒന്നിച്ച് എഴുതുക. അപ്പോൾ നമുക്ക് എന്ത് വായിക്കാം? 704. അപ്പോൾ ആ നമ്പർ താഴേക്ക് ഇറക്കി എഴുതി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഈ 4ഉം ഈ 4ഉം തമ്മിൽ ആഡ് ചെയ്യണം. 4 + 4. ഈ 4ഉം ഈ 4ഉം തമ്മിൽ ആഡ് ചെയ്യാം. ഈ 4ഉം ഈ 4ഉം തമ്മിൽ ആഡ് ചെയ്യാം. 4 + 4 8. അത് ഇവിടെ എഴുതാം കേട്ടോ. സെക്കൻഡ് നമ്പർ നമ്മൾ താഴോട്ട് ഇറക്കി എഴുതിയ ആ നമ്പറിന് നേരെ 8 എന്ന് എഴുതാം. എന്നിട്ട് ഇവിടെ ഒരു ഡാഷ് ഇട്ട് കൊടുക്കാം. കാരണം ഇവിടെ നമുക്കൊരു ഡിജിറ്റ് വരാനുണ്ട്. അതെങ്ങനെയാണ് നമ്പർ കണ്ടുപിടിക്കും? അതായത് 704 ആണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന നമ്പർ, അല്ലേ. ഈ നമ്പർ, ആ നമ്പർ കിട്ടണമെങ്കിൽ ഈ 8 ഉണ്ടല്ലോ, ഈ 8ൻ്റെ ഈ ഡിജിറ്റ് ഇവിടെ എന്ത് നമ്പർ വന്നാൽ, ഏത് സംഖ്യ വന്നാൽ 704 കിട്ടും എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അതിനാണ് നമുക്കിവിടെ ഒരു ബ്ലാങ്ക് ഇട്ടത്. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി അപ്പോൾ അത് നമുക്ക് ചെയ്യാനായിട്ട് ഒരു എളുപ്പ വഴിയുണ്ട്. അതായത് 704 ആണ്. 704ൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്താ? 4. അപ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് 4 ആണ്. അപ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് 4 വരാൻ പറ്റിയ സ്ക്വയർ നമ്പർ എന്തിൻ്റെയൊക്കെ സ്ക്വയർ നമ്പർ ആണെന്ന് നോക്കാം. ഇതിൻ്റെയൊക്കെ സ്ക്വയറിലാണ് ലാസ്റ്റ് ഡിജിറ്റ് 4 വരുന്നത്? 2ൻ്റെ സ്ക്വയർ, അല്ലേ. 2 സ്ക്വയർ എന്താ ആൻസർ? 4. 2 × 2 4 ആണ്. ഇനി 3 സ്ക്വയർ വരുമോ? ഇല്ല, 9 ആണ്. അപ്പോൾ അത് വരില്ല. ഇനി വരുന്നത് 4. 4 × 4 16 അല്ല. അപ്പോൾ അതുപോലെ തന്നെ അങ്ങനെ സ്ക്വയർ നോക്കുമ്പോൾ ഏതിൻ്റെ ആൻസറിലാണ് 4 വന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ കിട്ടി നമ്പർ 2. അതുപോലെ 8 സ്ക്വയർ എത്രയാണ്? 64, അല്ലേ. 8 × 8 64. അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റിൽ എന്താ നമ്പർ? 4 ഉണ്ടോ. അപ്പോൾ 2 സ്ക്വയർ വന്നാലും യൂണിറ്റ് ഡിജിറ്റിൽ 4 ആണ്. 8 സ്ക്വയർ വന്നാലും യൂണിറ്റ് ഡിജിറ്റിൽ 4 ആണ്. അപ്പോൾ സ്ക്വയർ നമ്പർ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് മനസ്സിലായി, ഇതിലേതെങ്കിലും ഒന്നില്ലെങ്കിൽ 2 അല്ലെങ്കിൽ 8, ഇതിലേതെങ്കിലും നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, അതായത് സ്ക്വയർ ആയിരിക്കും നമുക്ക് ഈ നമ്പർ കിട്ടുന്നത്. ഏത്? 704. അപ്പോൾ എന്തിൻ്റെ ഒപ്പം മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? ഇവിടെ ഓൾറെഡി നമുക്ക് 8 എഴുതിയിട്ടുണ്ട് കണ്ടോ. ഇവിടെ ഓൾറെഡി നമ്മളിവിടെ 8 എഴുതിയിട്ടുണ്ട്. ആ 8ൻ്റെ ഒപ്പം ഈ ഇവിടെ ബ്ലാങ്ക് ഇട്ടിട്ടില്ലേ, ആ ബ്ലാങ്കിൻ്റെ അവിടെ ഈ 2 അല്ലെങ്കിൽ 8 ഇതിലേതെങ്കിലും വന്ന് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 704 കിട്ടണം.
അപ്പോൾ നമുക്ക് ചെയ്യേണ്ട വേറൊരു കാര്യം പിന്നെ ശ്രദ്ധിക്കാനുള്ളത്, ഇവിടെ നമുക്ക് 82 ഈ ബ്ലാങ്കിൻ്റെ ഇവിടെ നമ്മൾ 2 ഇട്ടാണ് ചെയ്യണമെന്ന് വയ്ക്കാം. അങ്ങനെ 82 അല്ല നമ്മൾ ചെയ്യേണ്ടത്. 82 നമ്മൾ ഏതാണ് നമ്പർ എടുത്തത്? ഇപ്പോൾ 2. ആ 2 തന്നെ വേണം ഇവിടെ എഴുതാൻ. മനസ്സിലായോ? നമുക്ക് ഏത് ഡിജിറ്റാണ് നമ്മളിപ്പോൾ യൂണിറ്റ് പ്ലേസിൽ ഇവിടെ എഴുതുന്നത്, ആ നമ്പർ തന്നെ വേണം നമുക്ക് വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ 82 × 2 എന്ന് വരും. 82 × 2 ഇങ്ങനെ 8 × 2 × 2 4, 8 2s are 16. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 164. 164 അല്ല നമുക്ക് കിട്ടേണ്ടത് 704 ആണ്. അപ്പോൾ നെക്സ്റ്റ് നമുക്കറിയാം വേറെ നമ്പർ നമ്മൾ പറഞ്ഞില്ലേ 8 ഉപയോഗിച്ച് നോക്കാമെന്ന്. അപ്പോൾ നമുക്ക് 8 യൂസ് ചെയ്ത് നോക്കാം. 88 ഇൻറ്റു ഇവിടെ എന്ത് വരും? എന്നിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഇവിടെ 8 ആണ് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണതും 8. 88 × 8 വരും. 8 × 8 64, 4 ബാലൻസ് 6. 8 × 8 64 + 6 70. ആൻസർ എത്ര കിട്ടി? 704. ആ നമ്പറല്ലേ നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. കണ്ടോ? 704. നമുക്ക് എഴുതാം. ഇവിടെ എന്ത് എഴുതണം? 8 അല്ലേ? അപ്പോൾ 88നെയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് 8 കൊണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെയും 8 എഴുതണം. അത് എഴുതാൻ മറന്നു പോരുത്. മുകളിലും എഴുതണം, ഇവിടെയും എഴുതണം കേട്ടോ. അപ്പോൾ 8. അപ്പോൾ ഈ 88 × 8 നമുക്ക് 704 കിട്ടി. മൈനസ് ചെയ്യുമ്പോൾ മൈനസാണ് ചെയ്യേണ്ടത്. 704 മൈനസ് ചെയ്തപ്പോൾ നമുക്ക് 0 കിട്ടി. ദെൻ ആൻസർ എന്താ? 48. ആൻസർ √ ഓഫ് 2304. ആൻസർ 48. മനസ്സിലായില്ലേ? ഒന്നും കൂടി അത് പറഞ്ഞുതരാം. അതായത് 2304 ആയിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം അതിനെ ഓരോ പേറുകളായിട്ട് തിരിച്ചു. അപ്പോൾ 04 ഒരു പേര്, 23 ഒരു പേര്. അതിനുശേഷം 23 എന്നുള്ള നമ്പറിൽ ഏത് സ്ക്വയറിൻ്റെ നമ്പർ വന്നാൽ 23 വരും. അപ്പോൾ ഒന്നിൻ്റെയും അല്ല, അത് പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അപ്പോൾ ഏറ്റവും തൊട്ടടുത്ത് വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ഏതാണെന്ന് നോക്കാം. അപ്പോൾ 5 ആണെങ്കിൽ 25 വരുമ്പോഴത്തേക്കും അതിനേക്കാളും വലുതായി പോകും. അത് നമുക്ക് പറ്റില്ല. അപ്പോൾ തൊട്ട് മുമ്പിലുള്ള 5ൻ്റെ സ്ക്വയറിന് തൊട്ട് മുമ്പിൽ 4 സ്ക്വയർ. 4 സ്ക്വയർ എന്ന് പറയുമ്പോൾ 16 ആണ്. അപ്പോൾ 4 × 4 നമ്മളിതുപോലെ 4ഉം 4ഉം എഴുതി. അങ്ങനെ 4 4 16 എഴുതി. പിന്നെ നമുക്ക് 23 ആ 16 മൈനസ് ചെയ്തു, 7 എഴുതി. ഇനി അടുത്ത് എഴുതുമ്പോൾ ഇത് പേരായിട്ടായിരിക്കണം എഴുതേണ്ടത്. 0 4 ഒന്നിച്ചാണ് നമുക്ക് താഴേക്ക് ഇറക്കി എഴുതി. അപ്പോൾ 704 കിട്ടി. ഇനി 704 എഴുതി. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം? ഈ 4ഉം ഈ 4ഉം തമ്മിൽ ആഡ് ചെയ്തു. 4 + 4 8. അത് നമ്മളിവിടെ എഴുതി. അതിനുശേഷം ഒരു ഡാഷ് ഇട്ട്, ഒരു ബ്ലാങ്ക് സ്പേസ് ഇട്ടിട്ടുണ്ട്, ഒരു ഡാഷ് ഇട്ടിട്ടുണ്ട്. അതെന്തിനായിരുന്നു? ഇനി ഈ 704 ഇതെങ്ങനെ കിട്ടുമെന്ന് അറിയാനായിട്ട്. ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ 8 നമുക്ക് കണ്ടുപിടിച്ച ഈ 8ൻ്റെ ഒപ്പം ഏത് സംഖ്യ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 704 കിട്ടും. അപ്പോൾ ഈ 4 കിട്ടാനായിട്ട് നമുക്ക് നോക്കി 4 യൂണിറ്റ് പ്ലേസ് വരുന്ന ഏതൊക്കെ സ്ക്വയർ നമ്പറിൻ്റെ ആണെന്ന് നോക്കാം. ഏതൊക്കെ സ്ക്വയർ നമ്പറിൻ്റെയാണ്? 2 സ്ക്വയറിലും വരും, 8 സ്ക്വയറിലും വരും അല്ലേ? 2 സ്ക്വയറിൽ 4 വരും, 8 സ്ക്വയറിൽ 64 വരും. അപ്പോൾ 64 യൂണിറ്റ് പ്ലേസിലും 4 ആണ്. അപ്പോൾ ഒന്നില്ലെങ്കിൽ 8 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 8 ഇതിൽ ഏതെങ്കിലും ഒരു നമ്പർ ഇവിടെ വരുമ്പോഴായിരിക്കണം, യൂണിറ്റ് പ്ലേസിൽ വരുമ്പോഴായിരിക്കണം നമുക്ക് 704 കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം 82 × 2, അതായത് എന്താണോ യൂണിറ്റ് പ്ലേസ് എടുക്കേണ്ടത് ആ നമ്പർ തന്നെ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയില്ല, 164 കിട്ടിയുള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും എന്ത് ചെയ്തു? 8 ഇട്ട് നോക്കി. അപ്പോൾ ഇവിടെ 8 ഇട്ട് നോക്കുമ്പോൾ യൂണിറ്റ് പ്ലേസിൽ 8 ആണെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ 8 തന്നെ ഇട്ടുക. അപ്പോൾ 88 × 8 ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 704 കിട്ടി. അപ്പോൾ നമ്മൾ ആ 8 ഈ നമ്മൾ ഡാഷ് ഇട്ട് വെച്ചിരുന്ന അവിടെയും എഴുതണം, മുകളിലും എഴുതണം. അപ്പോൾ ആൻസർ എത്ര കിട്ടി? 48. ഓക്കെ, റിമൈൻഡർ 0 ഒന്നില്ലേ? അപ്പോൾ ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ടുള്ള നമ്പർ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് 2304ൻ്റെ ആൻസർ ആണ് 48. സെക്കൻഡ് ക്വസ്റ്റ്യൻ 4 4 8 9 എടുത്തെഴുതി. നമുക്ക് ഡിവിഷൻ മെത്തേഡാണ്. ഡിവിഷൻ മെത്തേഡ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? ഇതിനെ പെയറാക്കണം. അപ്പോൾ 89 ഒരു പേര്, 44 ഒരു പേര് അല്ലേ? 44 89 ഓരോ പേരാക്കി മാറ്റി. ഇനി എന്താ നെക്സ്റ്റ് സ്റ്റെപ്പ്? 44 ഫസ്റ്റ് പേരിലുള്ള നമ്പറാണ് 44. ഈ 44 ഏത് നമ്പറിൻ്റെ സ്ക്വയറിൽ വരും? 44 ഒന്നിൻ്റെയും വരില്ല. 44ന് നിയറസ്റ്റ് നമ്പർ ഏതാണെന്ന് നോക്കാം. നമുക്ക് കിട്ടുന്നത് 7 7s ആണെങ്കിൽ 7 സ്ക്വയർ ആണെങ്കിൽ എന്ത് കിട്ടും? 49. 49 44നേക്കാളും വലുതാണ്. അപ്പോൾ അതെടുക്കാൻ പറ്റില്ല. തൊട്ട് മുമ്പിലുള്ള നമ്പറാണ് 6 സ്ക്വയർ. 6 സ്ക്വയറിന് എന്താ? 36.
6 സ്ക്വയർ 36 ആണ്, 7 സ്ക്വയർ 49. അപ്പോൾ നമുക്ക് എടുക്കേണ്ടത് 6 സ്ക്വയർ, കാരണം 44നേക്കാളും വലുതാവാൻ പാടില്ല, അതിന് തൊട്ടടുത്തുള്ള ചെറിയ സംഖ്യ. അപ്പോൾ 6 സ്ക്വയർ. നമുക്കിവിടെ എന്ത് എഴുതണം? ഇവിടെയും 6, ഇവിടെയും 6 അല്ലേ? അപ്പോൾ 36. 6 6 36. അതിനുശേഷം 44ൽ നിന്ന് 36 മൈനസ് ചെയ്യാം. 44 36 മൈനസ് ചെയ്യുമ്പോൾ 8 കിട്ടും. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? 89 താഴേക്ക് ഇറക്കി എഴുതണം. 8 9 ഒരേ നമ്പറായിട്ടല്ല, ഇതൊരു പെയറാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് 89 ഒന്നിച്ചാണ് എടുത്തെഴുതേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 889 എന്നുള്ളൊരു നമ്പർ കിട്ടി. ഇനി ഇവിടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? ഈ 6ഉം ഈ 6 തമ്മിൽ ആഡ് ചെയ്യണം അല്ലേ? ഈ 6ഉം ഈ 6 തമ്മിൽ ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 12. 6 + 6 12. ഇതൊരു ബ്ലാങ്ക് അല്ലേ? ഒരു ഡാഷ് ഇട്ട് വെക്കണം. എന്താണ്? ഇനി ഈ 889 എങ്ങനെ കിട്ടും? അതായത് ഈ 12ൻ്റെ ഒപ്പം ഈ 12 എന്നുള്ള ഒരു നമ്പർ കിട്ടിയിട്ടുണ്ട്. ഈ നമ്പറിൻ്റെ ഇവിടെ ഏത് ഡിജിറ്റ് വന്നാൽ 889 കിട്ടും എന്ന് നമുക്ക് നോക്കണം. അപ്പോൾ അതിന് നേരത്തെ ചെയ്ത പോലെ ഇതിലും ഉണ്ടൊരു ട്രിക്ക്. അതായത് ലാസ്റ്റ് ഡിജിറ്റിൻ്റെ എന്താ? 9 ആണ്. അപ്പോൾ 9 ഏത് സ്ക്വയർ നമ്പറിലേക്ക് വരുമെന്ന് നോക്കണം. ഏതിൻ്റെയൊക്കെ സ്ക്വയറിൽ 9 വരുമെന്ന് നോക്കണം. 3ൻ്റെ സ്ക്വയറിൽ 3 സ്ക്വയർസ് ആർ 9 അല്ലേ? 3 സ്ക്വയർസ് ആർ 9. അപ്പോൾ 3ൻ്റെ സ്ക്വയറിൽ വരും. പിന്നെ എന്തിൻ്റെ സ്ക്വയറിലാണ് വരുന്നത്? 9 വരുന്നത് 7 അല്ലേ? 7 സ്ക്വയർസ് ആർ 49. 49ൻ്റെ യൂണിറ്റ് പ്ലേസിൽ 9 ആണ്. അപ്പോൾ 3 സ്ക്വയറും 7 സ്ക്വയറിലും 9 വരുന്നുണ്ട് യൂണിറ്റ് പ്ലേസിൽ. അപ്പോൾ ഒന്നില്ലെങ്കിൽ 3 ആയിരിക്കും, അല്ലെങ്കിൽ 7 ആയിരിക്കും. 3 അല്ലെങ്കിൽ 7. അപ്പോൾ നമുക്ക് 123 ഇൻറ്റു ഏതാണോ യൂണിറ്റ് പ്ലേസ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെയല്ലേ മൾട്ടിപ്ലൈ ഉണ്ട്. അപ്പോൾ 123 ഇൻറ്റു 3 ചെയ്ത് നോക്കാം. 3 3s are 9, 2 3s are 6, 1 3. 369 അല്ല, നമുക്ക് വേണ്ടത് 889 ആണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നമ്പറായ 7 ഇട്ട് മൾട്ടിപ്ലൈ നോക്കാം. 1 2 12 ഇവിടെ ഓൾറെഡി ഉള്ളതാണ്. 12 അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 7 ആക്കി എടുത്ത് നോക്കാം. 7 ഇൻറ്റു 7. ഏത് ഡിജിറ്റാണ് ഇവിടെ എടുക്കുന്നത്? ആ ഡിജിറ്റ് കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ആണ് കേട്ടോ. അപ്പോൾ 7 7 49. 49 4 ബാലൻസ് 1. ഇനി 7 2s are 14. 14 + 4 8. 14 + 4 18 ആണ്. 18ൽ 8 ബാലൻസ് 1. 1 7 1 8. ഓക്കെ, നമുക്കുള്ള നമ്പർ തന്നെ കിട്ടിയില്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ എഴുതേണ്ട നമ്പർ ഏതാ? 7. അപ്പോൾ ഇവിടെ എഴുതുമ്പോൾ ആ 7 ഇവിടെയും എഴുതാം. അപ്പോൾ രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടിയത് 889. റിമൈൻഡർ എന്താ? 0. ദെൻ ആൻസർ ഈസ് 67. Square root of 4489 is equal to 67. The square root of 4489 ആൻസർ എന്താണ്? 67. നെക്സ്റ്റ് നമ്പർ 3481. നമുക്ക് പേരായിട്ട് തിരിക്കണം അല്ലേ? 81 ഒരു പേര്, 34 ഒരു പേര്. 81 ഒരു പേര്, 34 വേറൊരു പേരായിട്ട് എടുത്തു. ഇപ്പോൾ 2 പേര് വന്നു. ഇനി നമുക്ക് എടുക്കേണ്ടത് 34. ഫസ്റ്റ് പേരായിട്ടുള്ള 34 നോക്കണം. അപ്പോൾ 34ൽ 5 5s are 25 ആണ്. 5 സ്ക്വയറിന് വരുമ്പോൾ 25 ആണ്. 6 സ്ക്വയർ വരുമ്പോൾ എന്ത് വരും? 36 വരും. 36 അല്ല, നമുക്ക് 34 അല്ലേ പാടുള്ളൂ. അപ്പോൾ നമുക്ക് 6 എടുക്കാൻ പറ്റില്ല, കാരണം 34നേക്കാളും വലിയ നമ്പറായിപ്പോൾ. അപ്പോൾ തൊട്ട് മുകളിലുള്ള സ്ക്വയർ നമ്പറാണ് 25. അപ്പോൾ എന്തിൻ്റെ സ്ക്വയർ ആണ്? 5 സ്ക്വയർ ആണ് 25. ഇവിടെയും 5 എഴുതാം, ഇവിടെയും 5 എഴുതാം. 5 5s are 25. ദെൻ 34ൽ നിന്ന് 25 മൈനസ് ചെയ്യാം. അപ്പോൾ എത്ര കിട്ടും? 9. ഇനി നമുക്ക് എഴുതുന്നുള്ളത് 81 അല്ലേ? 81 ഒരു പേരാണ്, അതുകൊണ്ട് 81 ഒന്നിച്ച് എടുത്തെഴുതുക താഴേക്ക്. അപ്പം 981 കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? ഈ 5ഉം ഈ 5ഉം തമ്മിൽ ആഡ് ചെയ്യണം അല്ലേ? ഈ 5ഉം ഈ 5ഉം തമ്മിൽ ആഡ് ചെയ്യണം. 5 + 5 10. 10 എഴുതി ഇവിടെ ഒരു ഡാഷ് ഇട്ട് വെക്കുക. കാരണം ഇനി ഏത് ഡിജിറ്റ് 10ൻ്റെ ഒപ്പം ഈ 10ൽ ഏത് ഡിജിറ്റ് യൂണിറ്റ് പ്ലേസ് വന്നാൽ നമുക്ക് 981 കിട്ടുമെന്ന് നോക്കണം. അപ്പോൾ ഇതിന് നമുക്ക് ആദ്യം നോക്കേണ്ടത് എന്താ? 981ൽ യൂണിറ്റ് പ്ലേസിൽ 1 ആണ്. ഈ 1 എന്തിൻ്റെയൊക്കെ സ്ക്വയർ വരും. അപ്പോൾ 1ൻ്റെ സ്ക്വയർ 1 സ്ക്വയർസ് ആർ 1 ആണ്. പിന്നെ ഏതിൻ്റെ സ്ക്വയറിൽ വരും? 9 സ്ക്വയർസ് ആർ
81 അല്ലേ. അപ്പോൾ ഇവിടെ യൂണിറ്റ് പ്ലേസ് വരും, ഇതിൻ്റെയും വരും. 1 സ്ക്വയറിലും 1 വരും, 9 സ്ക്വയറിലും 81 യൂണിറ്റ് പ്ലേസിൽ 1 വരും. അപ്പോൾ നമുക്കിതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ഇതിൻ്റെ ആൻസർ വരുന്നത്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇവിടെ 101 ആണ് ഇട്ട് കൊടുക്കണമെങ്കിൽ 101 × 1 ആണെങ്കിൽ അത് തന്നെ വരുള്ളൂ. അപ്പോൾ എന്തായാലും 1 അല്ല. പിന്നെ നെക്സ്റ്റ് നമ്പർ എന്താ? 9 ആണ്. അപ്പോൾ നമുക്ക് ഈ 10ൻ്റെ ഒപ്പം യൂണിറ്റ് ഡിജിറ്റിൽ 9 ഇട്ട് കൊടുക്കാം. ഇവിടെ 9 ഇടുമ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കണം വീണ്ടും മൾട്ടിപ്ലൈ ആണ്. 9 × 9 81 1 ബാലൻസ് 8 900 8 9 എത്ര കിട്ടി? 981. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതേണ്ട ആൻസർ എന്താ? 9. ഇവിടെയും 9. അപ്പോൾ 981 കിട്ടി. റിമൈൻഡർ 0. ദെൻ സ്ക്വയർ റൂട്ട് ഓഫ് 3481 ആൻസർ എന്താ? 59. ഓക്കെ. ഫോർത്ത് ക്വസ്റ്റ്യൻ 529. ഇനി നമുക്കിതിനെ പെയർ ഗ്രൂപ്പ് ആക്കണം അല്ലേ. അപ്പോൾ 29 ഒരു ഗ്രൂപ്പ്, 5 ഒരു ഗ്രൂപ്പ്. ഇത് ഓരോ ജോഡികളായിട്ട് തിരിക്കണം. 29 ഒരു ജോഡി വരും, 5 വേറൊരു ജോഡിയായിട്ട് വരും. ഇനി നമുക്ക് കിട്ടുന്നത് 5 ആണ്. അപ്പോൾ ഇത് 3 ഡിജിറ്റ് ഉള്ളതുകൊണ്ട് 5ൻ്റെ പെയറിൽ 5 മാത്രമേ ഉള്ളൂ. അപ്പോൾ 5 ആകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതിൻ്റെ സ്ക്വയർ, ഏറ്റവും തൊട്ടടുത്ത സ്ക്വയർ, 5 ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അപ്പോൾ അതുകൊണ്ട് 5ൻ്റെ തൊട്ടടുത്ത് തന്നെ സ്ക്വയർ നോക്കാം. ഇപ്പോൾ 2 സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ 4 വരും. 3 ആകുമ്പോൾ 3 സ്ക്വയർ 9 വരും. അപ്പോൾ നമുക്ക് 3 സ്ക്വയർ പറ്റില്ല അല്ലേ, 9 വലിയ ഡിജിറ്റ് ആയി പോകുന്നുണ്ട്. 2 സ്ക്വയർ എടുക്കുക. അപ്പോൾ 2 2s are 4. 5 4 മൈനസ് ചെയ്യുമ്പോൾ 1. 29 ഒരു പെയർ ഗ്രൂപ്പാണ്, അതുകൊണ്ട് തന്നെ 29 താഴേക്ക് എഴുതുക. 129. നെക്സ്റ്റ് സ്റ്റെപ്പ് ഈ 2 ും 2 കൂടി ആഡ് ചെയ്യണം. ദെൻ 4 ഇവിടെ ഒരു ഡാഷ് ഇടുക. ഇത് അവിടെ ഏത് ഡിജിറ്റ് ആവുന്നത് നമുക്കിനി കണ്ടുപിടിക്കണം അല്ലേ. ഇനി 129 കിട്ടണമെങ്കിൽ 4ൻ്റെ ഒപ്പം ഏത് ഡിജിറ്റ് വരണം? അതായത് 129ൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്താ? 9. അപ്പോൾ 9 വരാനായിട്ട് എന്തിൻ്റെ സ്ക്വയർ ഒക്കെ നമുക്ക് ചെയ്യാം? 3 സ്ക്വയർ വന്നാൽ 9 വരാം. പിന്നെ 7 സ്ക്വയർ വന്നാൽ 49. അതിലും യൂണിറ്റ് പ്ലേസ് 9 ആണ്. ഒന്നില്ലെങ്കിൽ 3 സ്ക്വയർ ആയിരിക്കാം, അല്ലെങ്കിൽ 7 ആയിരിക്കാം. അപ്പോൾ നമുക്ക് 4 ഈ 4 ആണ് കേട്ടോ. ഈ 4ൻ്റെ 4 എടുക്കുക. എന്നിട്ട് 3 ഇട്ട് നമുക്ക് നോക്കാം ആദ്യം. 43 × 3 ഇട്ട് മൾട്ടിപ്ലൈ നോക്കാം. 3 3s are 9, 4 3s are 12. 129 കണ്ടോ. അപ്പോൾ 43 3 ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ 7ലോട്ട് പോകേണ്ട ആവശ്യം വന്നില്ല. അപ്പോൾ 3 ഇവിടെയും 3 എഴുതണം, മുകളിലും 3 എഴുതണം അല്ലേ. അപ്പോൾ 3 3s are 9, 4 3s are 12. Remainder 0. Then the answer is 23. Square root of 529. Square root of 529 എന്താ ആൻസർ? 23. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ചെയ്യാം. 3 2 4 9 3249. ഇനി നമുക്ക് ചെയ്തു തുടങ്ങാം. ആദ്യം പെയറാക്കണം. 49 ഒരു പെയർ, 32 നെക്സ്റ്റ് പെയർ. ഇനി 32 എന്ന് പറയുമ്പോൾ ഏത് സ്ക്വയറിൻ്റെ എടുത്തു വരുന്നതാണ്? 4 സ്ക്വയർസ് ആർ 16, 5 സ്ക്വയർ 25, 6 സ്ക്വയർ വരുമ്പോൾ 36. 32 എന്ന് പറയുന്നത് ഇതിൽ വരില്ല, 6 സ്ക്വയറിൽ വരില്ല, കാരണം 36 ബിഗ്ഗസ്റ്റ് നമ്പർ ആയി പോകും. ദെൻ 5 സ്ക്വയർ 25 എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെയും 5, ദെൻ 5 സ്ക്വയർ 25. സ്ക്വയർ നമ്പേഴ്സ് മാത്രമേ നമുക്കിവിടെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ 32 ഇനി എന്ത് ചെയ്യണം? 25 മൈനസ് ചെയ്യണം, 7 കിട്ടും. ഇനി പെയറായിട്ടുള്ള 49 താഴേക്ക് എടുത്ത് എഴുതുക. ഇനി 5 + 5 10 എഴുതുക. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യണം അല്ലേ. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 5 + 5 10 എഴുതി, ഒരു ബ്ലാങ്ക് സ്പേസ് ഇട്ടു. ഇനി 749. ഇനി 749 കിട്ടാനായിട്ട് ഏതൊക്കെ സംഖ്യ, ഇത് 10ൻ്റെ ഇവിടെ ഈ ഡിജിറ്റിൽ ഏത് സംഖ്യ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 9 കിട്ടാനായിട്ട് ഒന്നില്ലെങ്കിൽ 3 സ്ക്വയറിൽ വരും, പിന്നെ
ഇതിലൊരു 7 സ്ക്വയർ. 7 സ്ക്വയറിൽ 49. അപ്പോൾ യൂണിറ്റ് പ്ലേസിൽ 9 വന്ന രണ്ട് സംഖ്യകളാണ് 3യും 7. അപ്പോൾ 10ൻ്റെ ഈ സ്ഥാനത്ത് ഈ പ്ലേസിൽ ഒന്നിലും 3 ആകാം അല്ലെങ്കിൽ 7 ആകാം. അപ്പോൾ നമുക്ക് ആദ്യം 3 ചെയ്ത് നോക്കാം. 903. അപ്പോൾ ഇതല്ല നമുക്ക് കിട്ടേണ്ട 749 ആണ്. അപ്പോൾ നമുക്കിനി അടുത്ത ഡിജിറ്റ് ഇട്ട് നോക്കാം. 1 0 10. 10ൻ്റെ ഒപ്പം ഇത് 7 ഇട്ട് 7 ഇട്ട് നോക്കാം. 7 7s are 49. 4 0 4 1 7 കിട്ടിയില്ലേ 749. നമുക്കിവിടെ ഏതൊരു നമ്പർ ഏതാ 7. ആ നമ്പർ തന്നെ മുകളിൽ എഴുതുക. ഓക്കെ, നമുക്ക് ആൻസർ കിട്ടി. സ്ക്വയർ റൂട്ട് ഓഫ് 3249. ആൻസറാണ് 57. ഇവിടെ ഇത് ചെയ്യണം കേട്ടോ. 749 കിട്ടി, റിമൈൻഡർ 0. അപ്പോൾ ആൻസർ ഈസ് 57. 6th ക്വസ്റ്റ്യൻ. 1369. ഫസ്റ്റ് നമുക്കിനെ 16 ഒരു പെയർ, 13 ഒരു പെയറാക്കി മാറ്റുക. ഇപ്പോൾ ഡിവിഷൻ മെത്തേഡിൽ ആദ്യം ചെയ്യേണ്ടത് ഇതിനെ പെയറാക്കി മാറ്റണം. 13 ഉണ്ട്, 16 അടുത്തത്. അപ്പോൾ 13 ആണ് നമുക്ക് ആദ്യം എടുക്കേണ്ടത് അല്ലേ. 13 അല്ല 13 അല്ല 13 ഏതിൻ്റെ സ്ക്വയറിൻ്റെ അടുത്ത് വരും? ഇത് 4 സ്ക്വയർ. 4 × 4 ആണെങ്കിൽ 16 എന്ന് പറയുമ്പോൾ 13 വലുതായി പോകും. അതുകൊണ്ട് തന്നെ നമുക്ക് 4 തൊട്ട് മുമ്പിലുള്ള സ്ക്വയറാണ് 3 സ്ക്വയർ. 3 സ്ക്വയറിൽ എന്ത് വരും? 9. നമുക്ക് 3 ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 3 3s are 9. 13 9 മൈനസ് ചെയ്താൽ 4. ഇനി എന്ത് ചെയ്യണം? 16 താഴേക്ക് ഇറക്കി എഴുതണം. അതോടൊപ്പം തന്നെ 3 + 3 6. ഇനി ഇവിടെ ഡാഷ് ഇടുക. അതായത് ഇനി ഏത് ഡിജിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് 469 കിട്ടുന്നത് നോക്കണം. അപ്പോൾ യൂണിറ്റ് പ്ലേസിൽ 9 ആണ്. 9 കിട്ടാനായിട്ട് എന്തിൻ്റെയൊക്കെ സ്ക്വയറിൽ 9 വരും? 3 സ്ക്വയറിൽ 9 വരും, 7 സ്ക്വയറിൽ 49 വരും. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് പ്ലേസും 9 ആണ്. അപ്പോൾ ഒന്നില്ലെങ്കിൽ 3 ആയിരിക്കാം അല്ലെങ്കിൽ 7 ആയിരിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം 6ൻ്റെ ഇവിടെ 3 ഇട്ട് കൊടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 3 3s are 9, 6 3s 18, 169. അപ്പോൾ നമുക്ക് 169 അല്ല. അപ്പോൾ നമുക്കതുകൊണ്ട് നെക്സ്റ്റ് നമ്പർ ചെയ്ത് നോക്കാം. 6ൻ്റെ ഇവിടെ 7 ഇട്ട് കൊടുക്കാം. 7 7s are 49. 4 6 7 42. 42 + 4 46. ഇത് കിട്ടി 7 ആണ് ആൻസർ. അപ്പോൾ 7 മുകളിലും താഴെ 7 ഇട്ട് കൊടുക്കാം. 4 69 കിട്ടി, റിമൈൻഡർ 0. ഇവിടെ ഇത് മൈനസ് ആണ് ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് എന്ത് എഴുതാം? സ്ക്വയർ റൂട്ട് ഓഫ് 1369 ആൻസർ 37. 7th ക്വസ്റ്റ്യൻ. 5 7 7 6. ഇനി പെയറാക്കാം. 76 ഒരു ഗ്രൂപ്പ്, 57 നെക്സ്റ്റ് പെയർ. അപ്പോൾ 76 എന്നുള്ളൊരു പെയറും 57 എന്നുള്ള മറ്റൊരു പെയറുമായി. ഇനി നമുക്ക് 57 ഏത് സ്ക്വയറിൻ്റെ നമ്പറിൽ വരും? അതായത് 57 വരില്ല, അതിന് തൊട്ടടുത്ത നമ്പർ. അപ്പോൾ 6 സ്ക്വയർ 36 ആണ്. 7 സ്ക്വയർ എന്ന് പറയുമ്പോൾ 49. 8 സ്ക്വയർ 64 പറ്റില്ല, കാരണം അതിനേക്കാളും വലുതായിപ്പോയി. പിന്നെ തൊട്ടടുത്തുള്ള നമുക്ക് 7 സ്ക്വയർ 49 ആണ്. അപ്പോൾ 7 എഴുതാം നമുക്ക്. 7 7 49. ഇനി എന്ത് ചെയ്യണം? 57ൽ നിന്ന് 49 മൈനസ് ചെയ്യണം. മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 8 കിട്ടും. പിന്നെ 76 താഴേക്ക് ഇറക്കി എഴുതുക. ഇനി 7 7 കൂടെ ആഡ് ചെയ്യുമ്പോൾ 14. ഇനി ഏത് സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? ഈ 14ൻ്റെ ഈ ഡിജിറ്റ് ഒരു ഡാഷ് ഇടണം. അപ്പോൾ അവിടെ ഏത് ഡിജിറ്റ് ഇടണം എന്നുള്ളത് നമുക്ക് നോക്കാം. ലാസ്റ്റ് 6 ആണ് കിട്ടിയിരിക്കുന്നത്. യൂണിറ്റ് പ്ലേസിൽ 6 ആണ്. യൂണിറ്റ് പ്ലേസിൽ 6 കിട്ടണമെങ്കിൽ ഏതിൻ്റെയൊക്കെ സ്ക്വയർ ആകാം? 4 സ്ക്വയർ എത്രയാണ്? 16. പിന്നെയുള്ളത് 6 സ്ക്വയർ 36. 4 സ്ക്വയറിന് 16. അപ്പോൾ യൂണിറ്റ് പ്ലേസ് 6 ആണ്. 6 സ്ക്വയർ 36 ആണ്. 36ൻ്റെ യൂണിറ്റ് പ്ലേസിലും 6 ആണ്. അപ്പോൾ ഇതിൽ ഒന്നില്ലെങ്കിൽ 4 ആകാം അല്ലെങ്കിൽ 6 ആകാം. ഈ 14ൻ്റെ ഒപ്പം മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. 14 നമുക്ക് ആദ്യം 4 ഇട്ട് ചെയ്ത് നോക്കാം. 16 ബാലൻസ് 1. 16 + 1 17. അപ്പോൾ ഇതല്ല ആൻസർ അല്ല. നമുക്ക് 800 ആണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത നമ്പർ ഇട്ട് നോക്കാം. 14
146 ഇൻറ്റു 6 തന്നെ. അപ്പോൾ 6 ഇൻറ്റു 6 36, 3 6 4 പ്ലസ് 3 7 1 6 8. ഇപ്പോൾ എത്ര കിട്ടും? 876 കിട്ടും. അപ്പോൾ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് 876 കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ എന്ത് എഴുതാം? 876, then minus ചെയ്യുമ്പോൾ റിമൈൻഡർ 0. Square root of 5776 equal to 76. Next, 8th question, 7921. 21 എന്നുള്ളൊരു പെയർ ഗ്രൂപ്പ്, 79 നെക്സ്റ്റ് പെയർ. ഫസ്റ്റ് പെയർ 21ഉം 70 നെക്സ്റ്റ് 79. നമുക്ക് 79 ആണ് എടുക്കേണ്ടത്. 79 ഏത് സ്ക്വയറിൻ്റെ അടുത്ത് വരും? അതായത് 6 6 36. അപ്പോൾ അത് പറ്റില്ല. 7 7 49, 8 8 64. 8 സ്ക്വയർ 64 ആണ്. 9 സ്ക്വയർ 81 ആണ്. 81 ആകുമ്പോൾ നമുക്ക് 79നെക്കാളും ബിഗ്ഗസ്റ്റ് ആയി പോകും. സോ ഇതെടുക്കാൻ പറ്റില്ല. അപ്പോൾ 8 സ്ക്വയർ 8 സ്ക്വയർ എന്താ? 64. അപ്പോൾ 8 എടുക്കാം. 8 8s are 64. ദെൻ മൈനസ് ചെയ്യുമ്പോൾ 15 കിട്ടും. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് 21 താഴേക്ക് ഇറക്കി എഴുതണം. അതിൻ്റെ ഒപ്പം 8 8 ആഡ് ചെയ്ത് 16 എഴുതണം. ഡാഷ് ഇട്ടു. ഇനി നമുക്കറിയേണ്ടത് യൂണിറ്റ് പ്ലേസിൽ 1 വരുന്ന സ്ക്വയർ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1 സ്ക്വയറിന് എന്ത് വരും? 1 വരും. പിന്നെ വരുന്നത് 9 സ്ക്വയർ. 9 സ്ക്വയറിന് 81 ആണ്. അതിൻ്റെ യൂണിറ്റ് പ്ലേസിൽ 1 വരും. 1 സ്ക്വയറിന് 1 വരും. 81ൻ്റെ 9 സ്ക്വയറിനും 81ൻ്റെ 1 വരും. അപ്പോൾ 1 ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 161 ആണെങ്കിൽ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് തന്നെ വരുള്ളൂ. അപ്പോൾ നമുക്ക് അതല്ലെന്ന് മനസ്സിലായി. നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് എന്താ? 169 ഇട്ട് നോക്കാം. മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ 8 54 plus 2 then 6 15. ഓക്കെ. അപ്പോൾ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1521 കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ 9 എഴുതാം, ഇവിടെ 9 എഴുതാം. 1520. then 0 remainder. Square root of 7921 equal to 89. Question 576. 76 ഒരു ജോഡി, 5 വേറൊരു പേര് അല്ലേ? 76 5. ഇനി 5 വരുമ്പോൾ 2 സ്ക്വയർ 4, 3 സ്ക്വയർ 9. അപ്പോൾ നമുക്ക് 9 പറ്റില്ല, 4 പറ്റുള്ളൂ. കാരണം 3 എടുത്തു കഴിഞ്ഞാൽ 9 5നേക്കാളും ബിഗ്ഗസ്റ്റ് നമ്പർ ആയി പോകും. സോ 2 സ്ക്വയർ 4. ഇനി 5 നിന്ന് 4 മൈനസ് ചെയ്താൽ 1. ദെൻ അടുത്ത ചെയ്യേണ്ടത് എന്താ? 76 താഴേക്ക് ഇറക്കി എഴുതുക. ഇനി 2 കൂടെ ആഡ് ചെയ്യുമ്പോൾ 4 കിട്ടി. ഇവിടെ നമുക്ക് അറിയില്ല, നമുക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ അതിന് 176ൻ്റെ യൂണിറ്റ് പ്ലേസിൽ 6 ആണ്. അപ്പോൾ 6 യൂണിറ്റ് പ്ലേസ് വരാൻ പറ്റിയ സ്ക്വയർ നമ്പേഴ്സ് ഏതൊക്കെയാന്ന് നോക്കാം. 4 സ്ക്വയറിൽ 16 വരും. അപ്പോൾ യൂണിറ്റ് പ്ലേസിൽ 6 ആണ്. അതുപോലെ 6 സ്ക്വയറിൻ്റെ യൂണിറ്റ് പ്ലേസിൽ 36 വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ 4 സ്ക്വയറും അല്ലെങ്കിൽ 6 സ്ക്വയർ ഇതിലേതെങ്കിലും ആയിരിക്കും നമുക്ക് ചെയ്ത് നോക്കേണ്ടത്. അപ്പോൾ ആദ്യം 4നെ 4 ചെയ്ത് നോക്കാം. 4 4s are 16 minus 1. 4 4s are 16 plus 1 7. 176. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടി 176 കിട്ടണമെങ്കിൽ 4 ചെയ്താൽ മതി. നമുക്കിവിടെ 4 ഇട്ട് കൊടുക്കുക. 4 4s are 44 into 4 176. മൈനസ് ചെയ്യുക, 0 കിട്ടും. Then the answer is 24. Square root of 576 equal to 24. Next question 1024.
24 ഒരു പേര്, 10 അടുത്ത പേര്. അപ്പോൾ 2 പേരാക്കി തിരിച്ചു നമ്മൾ 24 എന്നും 10. ഇനി നമുക്ക് 10 ആണ് ആദ്യം എടുക്കേണ്ടത്. ആ 10ൽ ഏതിൻ്റെ സ്ക്വയറാണ് അടുത്ത് തന്നെ നോക്കാം. 3 സ്ക്വയർ 9 ആണ്. 4 സ്ക്വയർ 16 ആണ്. അപ്പോൾ 16 ആകുമ്പോൾ 10നേക്കാളും ബിഗ്ഗസ്റ്റ് ആയി പോകും. അതുകൊണ്ട് നമുക്ക് ഇതെടുക്കാൻ പറ്റില്ല. 3 സ്ക്വയർ എടുക്കാം. 3 സ്ക്വയർ 9. നിങ്ങൾക്ക് ഇത്രയും കൂടെ നിങ്ങൾക്കിത് മനസ്സിലാവുണ്ടായിരിക്കുമല്ലോ അല്ലേ? കാരണം ഇത്തരം പ്രോബ്ലം ചെയ്ത് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് സ്പീഡായിട്ടുണ്ടാവും. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഈ സെക്കൻഡ് ക്വസ്റ്റ്യനൊക്കെ ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. അതൊന്നും കൂടി എടുത്ത് നോക്കാം കേട്ടോ. ഇനി എല്ലാത്തിനും നമുക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിലിത്തിരി സ്പീഡായിട്ട് പറഞ്ഞു പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യനും ഈ സെക്കൻഡ് ക്വസ്റ്റ്യനൊക്കെ എടുത്ത് ഒന്നും കൂടി നോക്കി പഠിച്ചതിന് ശേഷം ഈ പ്രോബ്ലംസൊക്കെ ചെയ്ത് നോക്കണേ. ഇപ്പോൾ നമ്മൾ പറഞ്ഞു 3 3s are 9. 10 in 9 മൈനസ് ചെയ്താൽ 1. പിന്നെ നമുക്ക് നെക്സ്റ്റ് പേരായിട്ടുള്ള 24 ഒന്നിച്ച് താഴേക്ക് ഇറക്കി എഴുതാം. ഇനി 3 കൂടെ ആഡ് ചെയ്യുമ്പോൾ 6 കിട്ടും. ഇവിടെ ഡാഷ് എഴുതുക. ഇനി 124ൽ യൂണിറ്റ് പ്ലേസിൽ 4 ആണ്. യൂണിറ്റ് പ്ലേസിൽ 4 വരുന്ന സ്ക്വയർ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 2 സ്ക്വയറിന് 4 വരും. അതുപോലെ തന്നെ 8 സ്ക്വയറിന് 64ൻ്റെ യൂണിറ്റ് പ്ലേസിൽ 4 ആണ്. സോ ഒന്നില്ലെങ്കിൽ 2 ആവാം, അല്ലെങ്കിൽ 8 ആവാം. നമുക്ക് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ട സംഖ്യ. നമുക്ക് ഓരോന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ആദ്യം 62 ഇൻറ്റു 2 തന്നെ. 2 2s are 4, 1 2s are 12. 124 നമുക്ക് 2 ചെയ്തപ്പോൾ തന്നെ കിട്ടി. അപ്പോൾ ഇവിടെ എന്തായിരിക്കും ആൻസർ? 2. അപ്പോൾ ഇവിടെ എഴുതണം ആ 2, മുകളിൽ എഴുതുക. അപ്പോൾ 124. ദെൻ മൈനസ് ചെയ്യുക 0. നമുക്ക് ആൻസർ കിട്ടി 32. സ്ക്വയർ റൂട്ട് ഓഫ് 1024 ഈക്വൽ ടു 32. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ ആദ്യം ഗ്രൂപ്പായി തിരിക്കുക. എന്നിട്ട് ആ ഫസ്റ്റത്തെ ആ പേരിൽ ഏത് സ്ക്വയർ നമ്പറിൻ്റെ അടുത്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നോക്കുക. അത് ചെയ്തതിന് ശേഷം മൈനസ് ചെയ്യുക. അതുപോലെ തന്നെ മുകളിൽ കിട്ടിയിരിക്കണം ഇപ്പോൾ ഇതിലാണെന്നുണ്ടെങ്കിൽ ആ 3യും ഇത് തമ്മിൽ പ്ലസ് ചെയ്തു. അങ്ങനെയാണ് ഇവിടെ 6 കിട്ടിയത്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്തപ്പോഴാണ് ഇവിടെ നമുക്ക് ഈ 6 എഴുതിയിരിക്കുന്നത്. അതിനുശേഷം ഈ 24 എന്നുള്ള നമ്പർ ഒന്നും കൂടി താഴേക്ക് ഇറക്കിയത് ഒന്നിച്ചാണ് ഇറക്കിയതുണ്ടത്. ഓരോരോ ഡിജിറ്റ് ആയിട്ടുള്ള ഒരു പെയറായിട്ട് നമ്മൾ ആദ്യമേ തിരിച്ചുകൊണ്ട് തന്നെ 24 അങ്ങനെ 124 കിട്ടി. എന്നിട്ട് നമുക്ക് നോക്കേണ്ടത് ഈ 124ൻ്റെ യൂണിറ്റ് പ്ലേസ് 4 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഈ 6ൻ്റെ ഇവിടെ ഏത് ഡിജിറ്റ് ഇട്ട് കഴിഞ്ഞാൽ 124 കിട്ടുമെന്ന് നോക്കണം. അപ്പോൾ നമ്മൾ യൂണിറ്റ് പ്ലേസിൽ 4 ആണെങ്കിൽ എന്തിൻ്റെയൊക്കെ സ്ക്വയറിൽ 4 വരും? ഇതിലിപ്പോൾ 4 വരുന്നത് 2 സ്ക്വയറിൻ്റെയും വരും. പിന്നെ 8 സ്ക്വയറിൽ 64ൻ്റെ യൂണിറ്റ് പ്ലേസിലും 4 ആണ്. അപ്പോൾ 2 ആകാം, അല്ലെങ്കിൽ 8 ആകാം. അപ്പോൾ നമുക്ക് ആദ്യം 2 ഇട്ട് നോക്കി. 2 ഇട്ടൊക്കെ ചെയ്തപ്പോൾ തന്നെ നമുക്ക് ആൻസർ 124 കിട്ടി. സോ ഇത് ലെസ് ചെയ്തു, 0 കിട്ടി. അങ്ങനെ നമുക്ക് എത്ര കിട്ടിയത് ആൻസർ? 32. 3136. ദെൻ 36 ഒരു പേരാക്കി 31 നെക്സ്റ്റ് പേർ. 36 31. ഇനി 31 എന്നുള്ളത് ഏത് സ്ക്വയറിൻ്റെ അടുത്ത് തന്നെ നമ്പറാണ് നോക്കാം. 5 സ്ക്വയർ 5 × 5 25 ആണ്. 6 × 6 36. 31നേക്കാളും വലുതായതുകൊണ്ട് നമുക്ക് 5 എടുക്കാം. 5 5s are 25. തൊട്ടടുത്തതിൽ ചെറിയ നമ്പറേ വരാൻ പാടുള്ളൂ. 31 സ്ക്വയർ അല്ല, ഒന്നിൻ്റെയും സ്ക്വയർ അല്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒന്നില്ലെങ്കിൽ 5 അല്ലെങ്കിൽ 6 നോക്കുക. അപ്പോൾ 6 വരുമ്പോഴത്തേക്കും 36 ബിഗ്ഗസ്റ്റ് ആയതുകൊണ്ടാണ് നമ്മൾ 5 എടുത്തത്. ഇനി 31ൽ നിന്ന് 25 എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 6 കിട്ടും. ഇനി അടുത്തത് ഈ 36 എന്നുള്ളത് ഒരു ഗ്രൂപ്പാണ് അല്ലേ, ഒരു പേരാണ്. അപ്പോൾ ആ നമ്പറിന് താഴേക്ക് ഇറക്കി എഴുതുക. 636. ഇനി 5 + 5 10. ഇവിടെ നമ്പർ നമുക്കറിയില്ല. ഇനി 636ൽ യൂണിറ്റ് പ്ലേസിൽ 6 ആണ്. 6 യൂണിറ്റ് പ്ലേസിൽ വരണമെങ്കിൽ നമുക്ക് എന്തിൻ്റെയൊക്കെ സ്ക്വയർ ആയിട്ട് എടുക്കാം? അല്ലെങ്കിൽ 4 സ്ക്വയർ ആയിരിക്കാം, അല്ലെങ്കിൽ 6 സ്ക്വയർ ആയിരിക്കാം. 4 സ്ക്വയർ 16ഉം 6 സ്ക്വയർ 36. അപ്പം എൻ്റെ യൂണിറ്റ് പ്ലേസ് രണ്ടിലും 6 ആണ്. അപ്പോൾ ആദ്യം നമുക്ക് 4 ഇട്ട് നോക്കാം. 4 4 16 1 4. അപ്പോൾ നമുക്ക് 416 ആണ്. അപ്പോൾ അതല്ല നമ്മുടെ കിട്ടേണ്ട ആൻസർ. നമുക്ക് നെക്സ്റ്റ് നമ്പറായ 6 ഇട്ട് നോക്കാം. 106 × 6 36 3 0 3 3 വരും. 1 6 6 വെച്ച് ചെയ്തപ്പോൾ നമുക്ക് കിട്ടി. അപ്പോൾ ഇവിടെ 6 എഴുതണം.
6 എഴുതണം. 636 മൈനസ് ചെയ്യുമ്പോൾ 0. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 3136 ഈസ് ഈക്വൽ ടു 56. ലാസ്റ്റ് നമ്പർ 900. അപ്പോൾ 00 ലാസ്റ്റ് ഡിജിറ്റായ 00 ഒരു പെയർ, 9 ഒരു പെയർ. ഇനി 9 എന്തിൻ്റെ സ്ക്വയറാണ്? 3. ഡയറക്റ്റ് ആയിട്ട് തന്നെ ഇതിൽ കിട്ടി അല്ലേ. 3 സ്ക്വയർ 9 ആണ്. ദെൻ 9 മൈനസ് ചെയ്താൽ 0. ഇനി മുകളിലത്തെ പെയറായിട്ടുള്ള 2 0 താഴേക്ക് ഇറക്കി എഴുതുക. അപ്പോൾ 0 കാണുമ്പോൾ അവിടെ വെച്ച് തന്നെ നിർത്തരുത്, കാരണം ഇനിയും ബാക്കി ചെയ്യാനുണ്ട്. അപ്പോൾ ഇവിടെ 0 കിട്ടിയല്ലോ, മൊത്തം 0 അല്ലെന്ന് വിചാരിച്ച് നിർത്തരുത്, ബാക്കി ചെയ്യാനുണ്ട് കേട്ടോ. 3 + 3 സാധാരണ നമ്മൾ ചെയ്യുന്നുണ്ട്. 3 + 3 6, ബാലൻസ് ഇടാം, നമുക്കറിയില്ല, അപ്പോൾ ഡാഷ് ഇട്ടു. ഇനി നമുക്ക് നോക്കേണ്ടത് ഇവിടെ 0 വരണമെങ്കിൽ, ഇവിടെ നമുക്കിപ്പോൾ 0 ആണല്ലോ, ഈ 0 വരുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 0 വരും? 0 കൊണ്ട് തന്നെ അല്ലേ. ഏത് സംഖ്യനെ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 0 ആയി മാറും. അപ്പോൾ നമുക്കിവിടെ എന്ത് എഴുതാം? 0. ഇവിടെ എഴുതുമ്പോൾ നമുക്ക് എവിടെ എഴുതണം? മുകളിലും 0. അപ്പോൾ 0 × 60 0. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതെല്ലാം മൈനസ് ചെയ്ത് 0 തന്നെ വരും. സോ സ്ക്വയർ റൂട്ട് ഓഫ് 900 ഈസ് ഈക്വൽ ടു 30. ഓക്കെ, എല്ലാ പ്രോബ്ലംസും മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാം നിങ്ങൾ ഒന്നും കൂടിയൊക്കെ ചെയ്ത് പ്രാക്ടീസ് ആണോ കേട്ടോ, എന്നാലേ നിങ്ങൾക്ക് പരീക്ഷയ്ക്കും സ്പീഡിലൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.